എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിയൽ അനാലിസിസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. കൗണ്ടബിലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കൗണ്ടബിലിറ്റിക്കകത്ത് നമുക്ക് ആകെ വളരെ കുറച്ച് തിയറി ഉള്ളൂ. ഒരു കൗണ്ടബിൾ സെറ്റുകൾ ഏതൊക്കെയാണ്, കൗണ്ടബിൾ സെറ്റ്, അൺകൗണ്ടബിൾ സെറ്റ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്കതിൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും അറിയണ്ട. ജസ്റ്റ് കുറച്ച് സെറ്റുകളുണ്ട്, അതിനെപ്പറ്റി പഠിച്ചിരുന്നാൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്തൊരു വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് ചോദിക്കാൻ. അതായത് ഒത്തിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും കൗണ്ടബിലിറ്റി എന്ന് ചോദിക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സെറ്റുകൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കൗണ്ടബിൾ സെറ്റ് എന്താണെന്നുള്ളത്. ഒരു സെറ്റ് എ എന്ന് പറയണത് കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ആ എ എന്ന് പറയുന്ന സെറ്റ് എയ്തർ ഫൈനൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതെന്തായിരിക്കണം? ഡിന്യൂമറബിൾ സെറ്റ് ആയിരിക്കണം. ഒരു സെറ്റ് കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? എയ്തർ ആ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഡിന്യൂമറബിൾ ആയിരിക്കണം. ഇനി ഡിന്യൂമറബിൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഡിന്യൂമറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് ഒരു 1:1 കറസ്പോണ്ടൻസ് ആ ഒരു സെറ്റിൽ നിന്നും ആ ഒരു സെറ്റിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതിനെ ഡിന്യൂമറബിൾ സെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇത്രയും ഓർക്കുക. ഒരു കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കണം? ഒരു ഡിന്യൂമറബിൾ സെറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നമ്മൾ തിയറം ഒക്കെ ആയിട്ട് പഠിക്കുന്നതാണ്. ആ ഒരു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇതിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവരി സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. നമ്മൾ ഏതൊരു കൗണ്ടബിൾ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സബ്സെറ്റുകളെല്ലാം എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് പറയണതാണ് എയും ബിയും കൗണ്ടബിൾ ആണെങ്കിൽ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. രണ്ട് കൗണ്ടബിൾ സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സൂപ്പർ സെറ്റ് ഓഫ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പം ഇതിവിടെ ശ്രദ്ധിക്കണം, കൗണ്ടബിൾ സെറ്റിന്റെ സബ്സെറ്റ് കൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ സെറ്റിന്റെ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് എന്താണ് പറയണത്? എയും ബിയും കൗണ്ടബിൾ ആണെങ്കിൽ യൂണിയനും എന്ത് തന്നെയായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു എന്താണ്? എയും ബിയും കൗണ്ടബിൾ ആണെങ്കിൽ ഇന്റർസെക്ഷൻ കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ എന്തായിരിക്കും? യൂണിയനും കൗണ്ടബിൾ ആയിരിക്കും. ഇനി പറയണത് എന്താണ്? ഓപ്പൺ ഇന്റർവൽ 0-1 എന്ന് പറയുന്നത് നോട്ട് കൗണ്ടബിൾ എന്നാണ് പറയണത്. അപ്പം ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ബേസ് ആയിട്ട് അങ്ങ് വെക്കുക. ഓപ്പൺ ഇന്റർവൽ 0-1 എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? അൺകൗണ്ടബിൾ ആണെന്ന് പറയാം. കാരണം എന്താണ്? ഓപ്പൺ ഇന്റർവൽ 0-1ന്റെ ഒരു സൂപ്പർ സെറ്റ് ആണ് എന്ത്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കണ്ടു എവരി സൂപ്പർ സെറ്റ് ഓഫ് ആൻ അൺകൗണ്ടബിൾ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. സോ ഓപ്പൺ ഇന്റർവൽ 0-1ന്റെ ഏതൊരു സൂപ്പർ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതെന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. ഇതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ കൗണ്ടബിൾ ആണ്. സോ അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. കാരണം എന്താണ്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. അതിന്റെ സബ്സെറ്റുകളാണ് എന്ത്? സെറ്റ് ഓഫ് ഓൾ റിയൽ ഏതാണ്? ഇൻഡിജേഴ്സും അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സും. സോ അതെല്ലാം എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ഇനി നോക്കി, ഓപ്പൺ ഇന്റർവൽ 0-1 എന്ന് പറയുന്നത് നോട്ട് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറും എന്തായിരിക്കും? നോട്ട് കൗണ്ടബിൾ എന്ന് പറയാനായിട്ട് പറ്റും, അല്ലേ? സോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. ഇനി നോക്കി, റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറും പിന്നെ അതിൻ്റെ കൂടെ ഇറാഷണലും കൂടി കൂടുന്നതല്ലേ എന്ത്? റിയൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പം സപ്പോസ് ഇറാഷണൽ നമ്പറും കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് റിയൽ നമ്പർ എന്തായിട്ടേ കിട്ടത്തുള്ളൂ? കൗണ്ടബിൾ ആയിട്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്തല്ല? കൗണ്ടബിൾ അല്ല. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആയേ പറ്റൂ, അല്ലേ? കാരണം എന്താണ്? ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ കൗണ്ടബിൾ ആണ്. സോ കൗണ്ടബിളും കൂടി യൂണിയൻ വന്നു കഴിഞ്ഞാൽ കൗണ്ടബിൾ ആണ് കിട്ടേണ്ടത്. സോ ഇറാഷണൽ നമ്പർ എന്തായേ പറ്റൂ? അൺകൗണ്ടബിൾ ആയേ പറ്റൂ. സോ നമ്മൾ നമ്പേഴ്സ് എടുക്കുമ്പോൾ റിയൽ നമ്പർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്, ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്, റാഷണൽ നമ്പർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മളോട് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രായിക് നമ്പേഴ്സ്. ഓൾജിബ്രായിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ ട്രാൻസിഡന്റൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്.
അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്, കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സെറ്റ് ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ അല്ലേ, ഇത് നമ്മൾ കണ്ടതാണ്, കുറച്ച് മുമ്പ് പ്രോപ്പർട്ടിയിൽ കണ്ടതാണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ ഈസ് അൺകൗണ്ടബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നോക്കിയത് സെറ്റ് ഐ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എല്ലാ എലിമെന്റ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ഇന്റർവൽ 0-1 എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. സോ ഇതും എന്തായിരിക്കും? അൺകൗണ്ടബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈനൈറ്റ് സെറ്റ് ഈസ് നോട്ട് കൗണ്ടബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ് അല്ലെ, ഡെഫിനിഷൻ തന്നെ അതാണ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിന്യൂമറബിൾ ആയിരിക്കണം. സോ ഏത് മാത്രമേ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ട്രൂ ആകുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഈസ് കൗണ്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് കൗണ്ടബിൾ ആണ് അല്ലെ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ്, ഓപ്പൺ ഇന്റർവൽ 0-1 അൺകൗണ്ടബിൾ ആണ് അല്ലെ, അതുപോലെ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സും അതും എന്താണ്? അൺകൗണ്ടബിൾ ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൺകൗണ്ടബിൾ. സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് അല്ലെ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇൻഡിജർ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടബിൾ ആണ്. സോ ഇതെന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ഇനി അപ്പം നമ്മളോട് അൺകൗണ്ടബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിജറിന്റെ സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. അതും തെറ്റാണ്. ഓൾജിബ്രായിക് നമ്പേഴ്സ്, ഓൾജിബ്രായിക് നമ്പേഴ്സ് നമ്മൾ കൗണ്ടബിൾ എന്നാണ് കണ്ടത്. ട്രാൻസിഡന്റൽ നമ്പർ ആണ് എന്ത്? അൺകൗണ്ടബിൾ ആയിട്ട് വരുന്നത്. സോ ഇതും തെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എൻ ക്രോസ് എൻ. എൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആണ്. ഇതും എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആണ്. സോ നാച്ചുറൽ നമ്പർ ക്രോസ് ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ എന്ത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു ക്യൂ ഇന്റർസെക്ഷൻ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെറ്റ് എ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് ഇന്റർസെക്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് എന്തുണ്ട്? കുറെ റാഷണൽ നമ്പറുകൾ ഉണ്ട്. ഈ ക്യൂവിനകത്ത് ഫുള്ള് എന്താണ്? റാഷണൽ നമ്പർ ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ 0-1 എന്താണ്? 0-1 ഉള്ളിൽ റാഷണൽ നമ്പറുകൾ വരും അല്ലെ, 2/3 അതുപോലെ 3/4 അങ്ങനെയുള്ള റാഷണൽ നമ്പറുകൾ കുറേ വരും. സോ അതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് റാഷണൽ നമ്പറുകൾ തന്നെയായിരിക്കും കിട്ടുന്നത് അല്ലെ, റാഷണൽ നമ്പറുകൾ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ എന്തെന്ന് പറയാനായിട്ട് പറ്റും? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളൂ. ജസ്റ്റ് നമ്മൾ ഇത്രയും സെറ്റിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ അൺകൗണ്ടബിൾ ഏതാ കൗണ്ടബിൾ ഏതാന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ചും പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.